ഇന്ന് ഞാനും അമ്പാടിയും കൂടിയിട്ട് പട്ടാമ്പി ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയിട്ടോ. അമ്പാടിക്ക് നല്ല ചുമയും ജലദോഷം. അപ്പോൾ പിന്നെ ഒന്ന് ഡോക്ടറെ കാണിക്കാമെന്ന് വിചാരിച്ചു. അതല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തേജൂസിനും പകരും. അപ്പോൾ വേഗം അവനോട് കാണിക്കാൻ വിചാരിച്ച് പോയിട്ടോ. ഈ പോകുമ്പോൾ അവനോട് എന്തെങ്കിലും കഴിക്കാൻ പറഞ്ഞാൽ അവൻ വേഗം പറയുന്നൊരു കാര്യമുണ്ട്, അമ്മ എനിക്ക് വിശക്കുന്നില്ല എന്ന്. ഇതിനൊരു ഒറ്റ അർത്ഥമുള്ളൂ എന്നൊക്കെ നമുക്കറിഞ്ഞൂടെ. ഇത് പുറത്തുനിന്ന് ചായ കുടിക്കാനുള്ള ഒരു അടവാ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടറെ കാണിച്ചു, മരുന്നൊക്കെ വാങ്ങിച്ചിട്ട് തിരിച്ച് മടങ്ങിട്ടോ. വരുന്ന വഴി അവിടെ അടുത്തൊരു ബേക്കറി കയറിയിട്ട് അവന് ഏറ്റവും ഇഷ്ടമുള്ള ചായയും സമോസയും വാങ്ങിച്ചു കൊടുത്തു. ഈ പുറത്തുനിന്ന് ഇങ്ങനെ ചായ കുടിക്കാൻ അവന് ഒത്തിരി ഇഷ്ടമാണ്. മറ്റേ ഞങ്ങൾ വീട്ടിലൊക്കെ പോയി വരുമ്പോഴൊക്കെ ചെറിയ കടയിലൊക്കെ കയറി ചായയൊക്കെ മേടിച്ച് കൊടുത്തിട്ട് ഞങ്ങളായി തന്നെ ഉണ്ടാക്കി കൊടുത്ത ശീലമാണ്. എന്നാലും അതൊരു അവരുടെ ഒരു സന്തോഷമല്ലേ. നമ്മളും ഇതേപോലെയൊക്കെ തന്നെ ആയിരുന്നല്ലോ. അങ്ങനെ അവന് ചായയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടോ. തിരിച്ചു വരുന്ന വഴിയും ആളുടെ മുഖത്തിന് വലിയ തെളിച്ചൊന്നുമില്ലേ, എന്നോട് തെറ്റി നടക്കുകയായിരുന്നു. അതിനൊരു കാരണമുണ്ട്. ബേക്കറിയിലൊരു വണ്ടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വേണം എന്നുള്ളൊരു വാശിയാണ് കേട്ടോ. പക്ഷെ ഒരു വണ്ടി വാങ്ങിച്ചിട്ട് നമുക്ക് കാര്യമില്ല. ഒരു വണ്ടിയായിട്ട് വീട്ടിൽ കയറി ചെല്ലാൻ പറ്റില്ല. ഞങ്ങളെയും കാത്തിട്ട് ഞങ്ങളുടെ തേച്ചിട്ടിനവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ആൾക്കും വേണ്ടി വരും. അപ്പോൾ ആ ഒരു അടി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തില്ല കേട്ടോ. പകരം അനിയനും ഏട്ടനും കൂടി വീട്ടിൽ പോയി കഴിക്കാനുള്ള പലഹാരം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ അത് കിട്ടിയപ്പോൾ പിന്നെ മുഖത്തിന് തെളിച്ചൊക്കെ വന്നു. ആൾ ഹാപ്പിയായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ എൻ്റെ വിശേഷം. ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് അംഗനവാടി പോക്കില്ല. അതിൻ്റെ ഒരു സന്തോഷം കൂടി ആളുടെ മുഖത്തുണ്ട്. അപ്പോൾ ടാറ്റാ ബൈ.